അങ്ങനെ ഓശാന ഞായറാഴ്ചത്തെ നമ്മുടെ മലകയറ്റത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6ാം സ്ഥലത്തിലെ കുരിശിന്റെ വഴി ചെല്ലിയിട്ട് തിരിയും കത്തിച്ചാണ് നമ്മൾ മല കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മലയാറ്റൂർ പൊന്നുംകുരിശ് മുത്തപ്പന്റെ ചരിത്രം അറിയാമെന്ന് വിചാരിക്കുന്നു. AD 52 കൊടുങ്ങല്ലൂരിലാണ് വിശുദ്ധ തോമാശ്ലീഹ കപ്പലിൽ വന്നിറങ്ങുന്നത്. അദ്ദേഹം 7.5 പള്ളികൾ, അതായത് 7 പള്ളികളും ഒരു കുരിശുപള്ളിയുമാണ് അദ്ദേഹം സ്ഥാപിച്ചത്. കേരളത്തിലെ മലയോര പ്രദേശങ്ങളിലൂടെ സുവിശേഷം പ്രസംഗിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് അദ്ദേഹം മലയാറ്റൂർ എത്തുന്നത്. മലയാറ്റൂർ വന്നും അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ മലമുകളിൽ കയറിയതും പിന്നീട് കുറേ ദിവസങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 9ാം സ്ഥലത്തെത്തി. നല്ല ആൾത്തിരക്കുണ്ടായിരുന്നു ഇറങ്ങാനും കയറാനുമായിട്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു തന്നെയാണ് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാടിൻ്റെ ഇടയിലൂടെ അതിൽ നടന്ന് കയറി പോകുമ്പോൾ അതൊരു ഡിഫറെൻ്റ് അനുഭവം തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ അടുപ്പിച്ച് മല കയറുന്നുണ്ട്. നമുക്കവിടെ കുരങ്ങന്മാരെ കാണാം, അതിന് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. രക്ഷാകരവുമാണല്ലോ. നിരപരാധിയെങ്കിലും അവിടുത്തെ പാപികൾക്ക് വേണ്ടി പീഡകൾ സഹിക്കുവാൻ ഈ മലയാറ്റൂർ മലയുടെ 14 സ്ഥലങ്ങളുടെ കുരിശിന്റെ വഴി കഴിഞ്ഞ് നമ്മൾ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് മാർ തോമാശ്ലീഹായുടെ മണ്ഡപമാണ്. അവിടെ വിശുദ്ധ തോമാശ്ലീഹായുടെ വലിയൊരു രൂപം അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തോമാശ്ലീഹായുടെ ഒരു തിരുശേഷിപ്പും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓല വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. ഓശാനയുടെ ഓല അച്ഛൻ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു ആൾക്കാർ ഓല വാങ്ങാനൊക്കെ. നമ്മളും ഓല മേടിച്ചു. പിന്നെ സന്നിധിയാണുള്ളത്. അവിടെയാണ് വിശുദ്ധ കുർബാന നടത്തുന്ന സ്ഥലമാണ് സന്നിധി എന്ന് പറയുന്നത് സ്ഥലം. അവിടെ കുമ്പസാരിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുരിശ് ചുമന്നുകൊണ്ട് വന്ന കുറേ കുരിശുകൾ എല്ലാവരും തന്നെ അവിടെ മരച്ചുവട്ടുകളിലൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കൊന്ത, അവർ കിട്ടി വന്നിരുന്ന തുണികൾ അതെല്ലാം മരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനോട് ചേർന്ന് കുറച്ചപ്പുറത്ത് തന്നെയാണ് ആന കുത്തിയ പള്ളിയുള്ളത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് അത്ഭുത കിണർ കാണാൻ സാധിക്കും. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ നമുക്ക് പൊന്നിൻ കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം കാണാം. പൊന്നിൻ കുരിശിന് എല്ലാവരും തൊട്ട് വണങ്ങി പ്രാർത്ഥിച്ചിട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പൊന്നിൻ കുരിശ് തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും അന്നോലെ സെറ്റാക്കി താഴോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ നല്ലൊരു വ്യൂ അവൈലബിൾ ആയിട്ട് കാണാൻ സാധിക്കും. താഴെ എറണാകുളം ജില്ലയൊക്കെ തന്നെ കൂടുതലും കാണാൻ സാധിക്കുന്നു. പിന്നെ വിശുദ്ധൻ്റെ പാദമുദ്ര പതിഞ്ഞ സ്ഥലം, അവിടെയും ബോർഡുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ടേക്ക് നടന്ന് നീങ്ങി. അതിനിടയിൽ അനുമോളുടെ ചില ഗോഷ്ഠികളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങുവാണ്. അങ്ങനെ അനുമോളെ എല്ലാവരും മാറി മാറി എടുത്ത് നമ്മൾ താഴെ മല ഇറങ്ങി താഴെ എത്തിയതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങളുടെ മലയാറ്റൂർ യാത്ര അവസാനിച്ചു. ഇനി നേരെ വീട്ടിലോട്ട്.